പാലക്കാട് കഞ്ചിക്കോട് കാട്ടാനയെ തുരത്താനുള്ള ദൌത്യം തുടരുകയാണ്. ദൌത്യസംഘം കാട്ടാനയ്ക്കരികിലേക്ക് എത്തി പടക്കമെറിഞ്ഞും കുങ്കിയാനകളെ ഉപയോഗിച്ചുമാണ് ആനയെ കാട് കയറ്റാൻ ശ്രമിക്കുന്നത്. രണ്ടാഴ്ചയായി പ്രദേശത്ത് നിലയുറപ്പിച്ച ആന വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു. ഷെഫീഖ് കിളയോടത്ത് വിവരങ്ങൾ നൽകും. ഷെഫീഖ്, ആനയെ കാട് കയറ്റാനുള്ള ദൌത്യം എങ്ങനെ പുരോഗമിക്കുന്നു? അജിത, ദൗത്യം തുടരുകയാണ്. ഇന്ന് രാവിലെ തുടങ്ങിയ ദൗത്യമാണ്. തോണിയിൽ നിന്ന് അഗസ്റ്റിൻ എന്ന കുങ്കിയാനെ എത്തിച്ചാണ് ഈ ദൗത്യം പുരോഗമിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു കാട്ടാന കഞ്ചിക്കോട് മേഖലയിൽ ഭീതി ഉണ്ടാക്കി തുടങ്ങിയിട്ട് കാലം കുറച്ചായി. കാലങ്ങളായി ഈ ഭാഗത്ത് കൃഷി നശിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം കർഷകരെ ഓടിക്കുന്നുണ്ട്. വീടുകൾ സമീപം നിലയുറപ്പിച്ചുകൊണ്ട് വലിയ ഭീതി ഈ കാട്ടാന ഉണ്ടാക്കുന്നുണ്ട്. സഹികെട്ടതോടെയാണ് നാട്ടുകാർ ഒരു പ്രതിഷേധത്തിലേക്കൊക്കെ ഇന്നലെ കടക്കുന്നത്. ഇന്നലെയാണ് ഏറ്റവും ഒടുവിൽ ആന എത്തിയതും പിന്നീട് RRT സംഘം പടക്കമെറിഞ്ഞ് കാട് കയറ്റുന്നതും. ഒരു ദിവസം വന്ന് ഇത്തരത്തിൽ കാട് കയറ്റും, പിന്നീടും കാടിറങ്ങി വന്ന് സമാനമായ രീതിയിൽ ഈ ജനവാസ മേഖലയിൽ നിലയുറപ്പിക്കുന്നതാണ് ഈ കാട്ടാനയുടെ ഒരു ശീലം. അതുകൊണ്ട് തന്നെയാണ് ഇനി ഈ കുങ്കിയാനകളെ വെച്ചുള്ള ഒരു ദൗത്യത്തിലേക്ക് വനംവകുപ്പ് കടന്നത്. ആ ദൗത്യം ഇപ്പോൾ ഏറെക്കുറെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തുകയാണ്. പ്രദേശത്തെത്തിയ ആനയെ ഈ അഗസ്റ്റിനെ വെച്ച് കുങ്കിയാനയെ വെച്ച് കാട് കയറ്റുന്നു. അതോടുകൂടി തന്നെ മറ്റൊരു ഭാഗത്ത് ഈ പടക്കമെറിഞ്ഞ് അതിനെ ഓടിക്കുന്ന ഒരു ദൗത്യമാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. ജനവാസ മേഖലയിൽ നിന്ന് പടക്കമെറിഞ്ഞും അതോടൊപ്പം ഈ ആനയെ വെച്ചും പതിയെ പതിയെ വനമേഖലയോട് ചേർത്ത് ഈ ആനയെ മാറ്റിയിട്ടുണ്ട്. എന്തായാലും ആശങ്ക പതിയെ ഒഴിയുന്നുണ്ട്. പക്ഷേ ഈ നാളെ കൂടെ നോക്കി മാത്രമേ ഈ കുങ്കിയാനയെ വെച്ചുള്ള ദൗത്യം അവസാനിപ്പിക്കുകയുള്ളൂ. നാളെയും ഈ ആന എത്തുകയാണെങ്കിൽ ദൗത്യം പിന്നീടും തുടരാനാണ് സാധ്യത. ഇപ്പൊ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ആനയാണ് വനത്തോട് ചേർന്ന ഭാഗത്ത് വനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ജനവാസ മേഖലയിൽ നിലയുറപ്പിക്കുന്നത്. നമ്മൾ പലതവണ അവിടെയുള്ള വാർത്തകൾ നമ്മൾ കൊടുത്തതാണ്. പലതവണ അവിടെയുള്ള ജനങ്ങളുടെ ആശങ്ക നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ആ മേഖലയിൽ നാട്ടുകാർക്ക് വലിയ ആശങ്കയുണ്ട്. ഈ സമാനമായ രീതിയിൽ അവിടെ നിലനിർത്തുന്നു. ഷെഫീഖ് കിളയോടത്താണ് വിവരങ്ങൾ നൽകിയത്. ആനയെ കാട് കയറ്റാനുള്ള ശ്രമം തുടരുകയാണ്.